അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ പ്രിയപ്പെട്ട മകൻ മഹാനായ ദബീഉല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും പാവന സ്മരണ പുതുക്കുന്ന പരിശുദ്ധമായ ഹജ്ജ്. ആ ഹജ്ജിന് വേണ്ടി മുസ്ലിമീങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഹറമുകളിലെത്തി ലോക മുസ്ലിമുകൾക്ക് വേണ്ടി പ്രാർത്ഥനയിലും മറ്റും മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ഹാജറ ഉമ്മയും സ്മരിച്ചുകൊണ്ട് ലോക മുസ്ലിമുകൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അറഫാ ദിനം. ദിൽഹിജ്ജ 9 അന്ന് സ്വബഹി മുതൽ ദിൽഹിജ്ജ 13 അസർ വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ല എന്നുള്ളത് വളരെ മഹത്വമായ ഒരു ഇബാദത്താണ്. അതിനു പുറമെ പെരുന്നാളിൻ്റെ രാത്രി സൂര്യാസ്തമയം മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ പൂർണ്ണമായും എല്ലാ സമയങ്ങളിലും തക്ബീറിൽ മുഴങ്ങുക എന്നുള്ളതും ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ്. അതോടൊപ്പം ലോകത്ത് വിവിധങ്ങളായ പ്രശ്നങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു അവസരവും കൂടിയാണ് ദിൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളും അതിന് ശേഷമുള്ള അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിലെല്ലാം ലോകത്ത് ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത വിധം ഒരു നാടിലെ ജനങ്ങളെ മുഴുവനും നശിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലായി നടക്കുന്ന ഗസയിലെ വംശഹത്യക്കും മറ്റും, അതുപോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ഗസയിലെ പ്രയാസമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയെല്ലാം നാം ഈ സമയങ്ങൾ പ്രാർത്ഥന കൊണ്ട് അവരെ സഹായിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ മഹത്വമാക്കി കൽപ്പിച്ച ഈ ദിവസങ്ങളിലും ഇതിൻ്റെ അറഫ നോമ്പ് ദിവസത്തിലും ദുആക്ക് വളരെയധികം ഉത്തരമുള്ള പെരുന്നാൾ ദിവസത്തിലുമെല്ലാം ഇങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നാം പരിശ്രമിക്കുക. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അവിടുത്തെ പ്രിയപ്പെട്ട മകനെ റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവിടുത്തെ പൊരുത്തത്തെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് അറുക്കാൻ തയ്യാറായതും അള്ളാഹുവിന് മുമ്പിൽ എല്ലാം സമർപ്പിക്കാൻ തയ്യാറായതുമെല്ലാം നാം സ്മരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യാനും മറ്റും നാം സമയം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ മഹത്തായ ദിവസങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മോചനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.